പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാര്യമാർ എപ്പോഴും ഭർത്താക്കന്മാരോട് ബഹുമാനത്തോടു കൂടി മാത്രം സംസാരിക്കണം. അവരെ എടാ, പോടാ, എടോ, താൻ അങ്ങനെയൊന്നും അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഈ വന്ന കാലത്ത് നമ്മൾ പലപ്പോഴും അവർ സമപ്രായക്കാരായിരിക്കാം, അവരൊരുമിച്ച് എത്രയോ വർഷം പഠിച്ചവരായിരിക്കാം, ഒരുമിച്ച് എടാ, പോടാ എന്നൊക്കെ വിളിച്ച് ശീലിച്ചവരായിരിക്കാം. എങ്കിലും കുടുംബജീവിതം എന്ന് പറയുന്നത് പരിഭാവനമായ ഒന്നാണ്. അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ചേട്ടാ, അണ്ണ എന്നുള്ള പ്രയോഗങ്ങളിലൂടെ മാത്രം അവരെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ വരും തലമുറയും അത് കണ്ടു പഠിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം ഒന്ന് വിജയകരമാകൂ. ഈ ചോറ് വെന്തോന്നൊന്ന് നോക്കാമോ ബിജി? ചേട്ടായി, ഇത്രയും വർഷമായിട്ട് ചേട്ടായിക്ക് അരിയുടെ പാകം അറിയത്തില്ലേ? ചേട്ടായി, ചോറ് വെന്തോന്ന് ചേട്ടായിക്ക് അറിയില്ലേ? താനൊരു 8-10 വർഷമായിട്ട് തുടങ്ങിയല്ലേടോ ഈ അരിവെപ്പ്? ഇത്ര നല്ലതായിട്ട് തനിക്ക് അറിയത്തില്ലേടോ? ഒരു വയറും തള്ളിപ്പിടിച്ചോണ്ട് വന്നേക്കുവാ. ഒന്ന് മാറി പോടോ, ഇല്ലെങ്കിൽ ഇത് വയറ്റിൽ കിടന്ന് വെന്തോളും. മനുഷ്യൻ ഇങ്ങനെ ആൾക്കാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് കൊണ്ട് ഒരു പരുവത്തി വരുമ്പോഴേ അയാളുടെ അരിയും തൊലി എടുത്തോണ്ട് വന്നേക്കുന്നു. എടോ, ഒന്ന് പോടോ ചേട്ടായി. അങ്ങനെ നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ മനസാന്നിധ്യത്തോടെ ഓരോന്നിനെയും നമ്മൾ നേരിടണം. കാം നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആവണം. സെൽഫ് കാം. മോട്ടിവേഷൻ ഒക്കെ നല്ലത് തന്നെ. നമ്മളങ്ങ് ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ട് ഭർത്താക്കന്മാരോട് ചൊറിയാൻ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ സെറ്റപ്പ് ബോക്സ് പോലെയുള്ള മാരകായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചൊറിയാൻ നിൽക്കാൻ. ഇല്ലെങ്കിൽ താണ്ട് ഇതുപോലെ തലയിൽ കെട്ടുമായിട്ട് നിൽക്കേണ്ടി വരും. ഇതിന് ചേട്ടായിയുടെ കെയർ എന്ന് പറയും. ചേട്ടായിയുടെ കെയർ. ഇനി കുറച്ച് നാൾ വീഡിയോ ഉണ്ടാവില്ല. ഞാൻ ആദ്യം എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്ന് തീർക്കട്ടെ. അയ്യോ.